UDFിനെ 2019 കെ എം മാണി സാറിന്റെ മരണത്തിന് ശേഷം നേടാനായ പാലയിലെ ആ വിജയം ഇതാ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. 1985 ശേഷം ആദ്യമായി പാലാ മുനിസിപ്പാലിറ്റി ഭരണത്തിൽ നിന്നും കെ എം മാണിയുടെ പാർട്ടി, ഇപ്പോൾ ജോസ് കെ മാണി ഭരിക്കുന്ന കേരള കോൺഗ്രസ് എം, പൂർണ്ണമായും ഔട്ടായിരിക്കുന്നു. 65 മുതൽ 2019 വരെ പാലാ നിയമസഭാ മണ്ഡലവും ചുറ്റുമുള്ള പ്രാദേശിക ഭരണകേന്ദ്രങ്ങളും കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന മാണി സാറിന്റെ പാർട്ടി ഇതാദ്യമായി നിഷ്പ്രഭമായി പോയ ദിനം. കണ്ണിലെ കൃഷ്ണമണി പോലെ കെ എം മാണി കാത്തു സൂക്ഷിച്ച പാലാ മണ്ഡലം കേരള കോൺഗ്രസിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായും വഴുതിപ്പോയ അവസ്ഥയിലാണ് കഴിഞ്ഞ 6 വർഷമായിട്ട്. പാലാ നഗരസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി കേരള കോൺഗ്രസ് എം പ്രതിപക്ഷത്തിരിക്കും. വെറും 21-കാരിയായ ദിയ ബിനു പുളിക്കക്കണ്ടം UDF പിന്തുണയുടെ ചെയർപേഴ്സണായി തീർന്നു. കാലം കാത്തുവച്ച കാവ്യനീതി എന്ന് വേണമെങ്കിൽ പറയാം. ബിനു പുളിക്കക്കണ്ടത്തിന്റെ ജോസ് കെ മാണിയോട് മാത്രമുള്ള പ്രതികാരം തന്റെ കേരള കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് തന്റെ മകളെ പാലാ നഗരസഭയിൽ ചെയർപേഴ്സണെ കൊണ്ടിരുത്തി ആ പ്രതികാരം വിട്ടിരിക്കുകയാണ്. പക്ഷേ ജോസ് കെ മാണിക്ക് വേണ്ടി ബിനു പുളിക്കക്കണ്ടത്തിനെ CPM പുറത്താക്കിയിട്ടുണ്ട്. പാലയിലെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ ജോസ് വിരുദ്ധ പരാമർശത്തിന്റെ പേരിലായിരുന്നു CPMന്റെ നടപടി. കെ എം മാണിയുടെ പിന്തുടർച്ച അവകാശിയായി രാഷ്ട്രീയത്തിലേക്ക് വന്ന മകൻ ജോസ് കെ മാണിയുടെ പിടിപ്പുകേടുകൾ മാത്രം കൊണ്ട് തന്നെ 2019 ആ മണ്ഡലം കൈവിട്ടുപോയതാണ്. ജോസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് പോലും ഇപ്പോൾ വീണ്ടും കരുന്നൽ വീഴുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പാലയിലെ കാര്യങ്ങൾ നീങ്ങുന്നത്. 4 പതിറ്റാണ്ടിലധികം കെ എം മാണിയുടെ വലം കൈയായി നിന്ന PV സുകുമാരൻ നായർ പുളിക്കക്കണ്ടത്തിന്റെ മക്കളാണ് ഇപ്പോൾ സ്വതന്ത്ര കൂട്ടായ്മ സ്ഥാനാർത്ഥിയിൽ ജയിച്ചിരുന്ന ബിനുവും ബിജുവും. അതിൽ ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകളാണ് ദിയ, ഇപ്പോഴത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ. 3 പേരും നഗരസഭയിലെ 13, 14, 15 വാർഡുകളിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായാണ് മത്സരിച്ച് ഇത്തവണ ജയിച്ചത്. 26 അംഗ പാലാ നഗരസഭയിൽ LDF 12, UDF 10, സ്വതന്ത്രർ 4 എന്നിങ്ങനെയാണ് കക്ഷിനില. 4 സ്വതന്ത്രരുടെ പിന്തുണ ഉറപ്പിച്ചതോടെ UDF ഭരണം കൈപ്പിടിയിലൊതുക്കി. ബിനു പുളിക്കക്കണ്ടം കോൺഗ്രസ് നേതാവായാണ് ആദ്യം പാലാ നഗരസഭാ അംഗമായത്. പിന്നീട് സ്വതന്ത്രനായി വിജയിച്ചു. 2015 BJP ടിക്കറ്റിൽ വിജയിച്ച് പാലയിൽ ആദ്യമായി താമര വിരിയിക്കുകയും ചെയ്തു. അന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഹോദരൻ ബിജു ആയിരുന്നു പ്രധാന എതിരാളി. 2020 CPM പ്രതിനിധിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചു. CPMന്റെ ചിഹ്നത്തിൽ വിജയിച്ച ഏക ഇടതുപക്ഷ അംഗമായിരുന്നു പാലാ നഗരസഭയിൽ ബിനു. 2020 LDF ആദ്യമേ പാലാ നഗരസഭയിൽ അധികാരത്തിലെത്തുകയും ചെയ്തു. എന്നാൽ ജോസ് കെ മാണിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ചുണ്ടിനും കപ്പിനുമിടയിൽ ബിനുവിന് ചെയർമാൻ സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു. 2019 കെ എം മാണിയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയും പാർട്ടിയിലെ മുതിർന്ന നേതാവുമായ PJ ജോസഫും തമ്മിൽ തെറ്റി. ആ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് പാർട്ടി സ്ഥാനാർത്ഥി പാലയിൽ തോറ്റത്. കേരള കോൺഗ്രസ് അങ്ങനെ വീണ്ടും പിളർന്നു. ഒടുവിൽ മാണി ഗ്രൂപ്പ് UDFിൽ നിന്നും പുറത്തായി. UDF പുറത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം. തൊട്ടു പിന്നാലെ നേരെ LDFിലേക്ക് ചേർന്നു. അതിന് തൊട്ട് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണി വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയപ്പോൾ അതിൽ പിടിച്ചു തൂങ്ങി. എങ്കിലും ജോസ് കെ മാണിക്ക് പാലയിൽ നിന്നും ജയിക്കാനായില്ല. പിതാവിനെ 51 വർഷം പിന്തുണച്ച മണ്ഡലം പക്ഷേ പുത്രനെ കൈവിട്ടു. ആ ലഘുവായ ഒരു ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ ജോസ് കെ മാണിക്ക് ഇതുവരെ കഴിയാത്തതാണ് ഇപ്പോഴും പാലാ നഗരസഭയും കൈവിടാനുള്ള കാരണം. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ ഏതാണ്ട് പൂർണ്ണമായും ജോസ് കെ മാണി വിഭാഗത്തെ കൈവിട്ട അവസ്ഥയിലാണ്. ജോസ് കെ മാണിയുടെ വീടിരിക്കുന്ന പാലാ നഗരസഭ വാർഡിൽ പോലും അദ്ദേഹത്തിന്റെ പാർട്ടി തോറ്റുതുന്നം പാടി. ജോസിന്റെ ബദ്ധശത്രുവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബിനു പുളിക്കക്കണ്ടത്തിന്റെ കുടുംബത്തിലേക്ക് എങ്ങനെ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം അനായാസനം കയറി ചെല്ലുകയും ചെയ്തു. അതുകണ്ട് തരിച്ചു നിൽക്കുകയാണ് ഈ കേരള കോൺഗ്രസും കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ചാണക്യനെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന കെ എം മാണിയുടെ മകൻ കാണിച്ചു കൂട്ടുന്ന പിടിപ്പേടുകൾ നിമിത്തം പാർട്ടിയുടെ പ്രസക്തി തന്നെ ഇപ്പോഴിതാ നഷ്ടപ്പെട്ട അവസ്ഥയിലായി. എന്തായാലും UDFിൻ്റെത് നല്ല കാലമാണ്. വിശ്വസിക്കാവുന്ന 3 സ്വതന്ത്രരെ ഉൾപ്പെടുത്തിയാണ് UDF പാലാ നഗരസഭയിൽ ഭരണം തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്.